ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് കാഞ്ഞിരപ്പുഴ ഡാം കാണാൻ വേണ്ടിയിട്ട് ഫാമിലി എല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കയറിയത്. അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് വരുന്നത് അഡൾട്ട്സിന് 30 റുപ്പീസും അതുപോലെ തന്നെ ചിൽഡ്രൻസിന് 15 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങളിതാ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ പോയിന്റ് കേട്ടോ. ആ കാണുന്ന പാറയാണ്. നടന്നു പോകുന്നതിൻ്റെ രണ്ട് വശത്തായിട്ടും ഫുള്ള് നല്ല പച്ചപ്പാണ് കേട്ടോ. ഇപ്പം മഴയൊന്നും പെയ്തു പോയത് കൊണ്ട് തന്നെ പുല്ലൊക്കെ തളിർത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതാ രണ്ട് സൈഡിൽ നോക്കുമ്പോൾ ഫുള്ള് ട്രീസും വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ചെറിയ ചെറിയ പാത്ത് വേസും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ. പിന്നെ ഇതാ ഇവിടെ റെസ്റ്റ് ഹൗസും ഇവർ ഇടയിൽ കൂടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും വെയിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡാമിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് പറ്റില്ല, പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. അങ്ങനെ ഞങ്ങളിതാ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇതേപോലെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫാമിലീസിന് വരുമ്പോഴും റെസ്റ്റ് ചെയ്യാനും ചില്ല് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഇതാ സച്ചു ഇതിന് മുകളിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ശേഷം ഞങ്ങൾ പിന്നെയും നടക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പം ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. ആ കാണുന്നതാണ് ഡാം കേട്ടോ. അപ്പോൾ നല്ല മഴയുള്ള സമയത്തൊക്കെ ഇത് ഷട്ടർ ഓപ്പൺ ചെയ്ത് വിടാറുണ്ട്. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ, ലൈറ്റ്സ് ഒക്കെ പിടിപ്പിച്ചിട്ട്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഷട്ടറൊക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ ദാ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ചെറിയ ഷോപ്സ് ഉണ്ട് കേട്ടോ. 2-3 വരുന്നുണ്ട്. അവിടെ ഐസ്ക്രീംസ്, ഡ്രിങ്ക്സ് അങ്ങനത്തെയൊക്കെ ഐറ്റംസ് കിട്ടും കേട്ടോ, പോപ്കോൺസ്. അങ്ങനെ വെയിലൊക്കെ കുറഞ്ഞപ്പോഴേക്കും ഞങ്ങളിതാ പാർക്കിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ ആ ടൈമിൽ കുറവായിരുന്നു. അങ്ങനെ സച്ചു ഇതാ ഓരോരോ റൈഡ്സിലൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ പാർക്കിൻ്റെ സൈഡിലായിട്ട് വലിയവർക്ക് ഇരിക്കാനുള്ള ഊഞ്ഞാലും ഉണ്ട്, അതുപോലെ തന്നെ സീറ്റ്സും ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. സച്ചു നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി ഇതാ മാംഗോ ബാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കുള്ളത്. പിന്നെ ഡാമിൻ്റെ മേളിലേക്ക് കയറി. അപ്പോൾ വെയിൽ കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ പോരുന്ന വഴി ഇതാ കുറച്ച് നല്ല പ്ലേസസിൽ നിന്നിട്ട് കുറച്ച് പിക്ചേഴ്സും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതാ ഈ കാണുന്നതൊക്കെ ഡാമിൻ്റെ ഏരിയ ആണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.